ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ മെട്രിക്സ് എന്താണെന്നും മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെ കാണാം, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് മെട്രിക്സുകൾ എപ്പോഴാണ് ഈക്വൽ ആകുന്നത് എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ എ ആൻഡ് ബി രണ്ട് മെട്രിക്സുകളാണെങ്കിൽ എയും ബിയും എപ്പോഴാണ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ ഈക്വൽ ആകുമ്പോൾ ഇവ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇഫ് എ ആൻഡ് ബി ആർ ഈക്വൽ, ദെൻ എ ആൻഡ് ബി ആർ ഓഫ് ദി സെയിം ഓർഡർ. എയും ബിയും ഈക്വൽ ആണെങ്കിൽ എക്കും ബിക്കും സെയിം ഓർഡർ ആയിരിക്കും, അതായത് സെയിം നമ്പർ ഓഫ് റോസും സെയിം നമ്പർ ഓഫ് കോളംസും ആയിരിക്കും. അതുപോലെ എക്കകത്ത് ഉള്ള ഒരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയി അതേ പൊസിഷനിൽ ഒരു എലമെൻറ്റിനെ ബിയിലെടുത്താൽ ഈ രണ്ട് എലമെൻസും ഈക്വൽ ആയിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഇവിടെ ഈ ഒരു മെട്രിക്സും ഈക്വൽ ആണ്. സോ ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ രണ്ടിൻ്റെയും ഓർഡറും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. സെക്കൻഡ് മെട്രിക്സിൻ്റെയും ഓർഡർ 2/2 ആണ്. സോ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഓർഡർ സെയിം ആണ്. ഇനി എന്താണ്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. സോ എയുടെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആരാണുള്ളത്? 1. സോ എയും 1ഉം ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1. അതുപോലെ ബിയുടെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണുള്ളത്? -2. സോ ബി എന്തായിരിക്കണം? -2നോട് ഈക്വൽ ആയിരിക്കണം. സിയുടെ കറസ്പോണ്ടിങ് പൊസിഷനിൽ ആരുണ്ട്? -3. സോ സി എന്തിനോട് ഈക്വൽ ആയിരിക്കണം? -3യോട് ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാണുള്ളത്? 4. സോ ഡി മസ്റ്റ് ബി ഈക്വൽ ടു 4. സോ ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒരേ ഓർഡർ ആയിരിക്കണം, അതുപോലെ ഒരേ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഇവിടെ 4 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്: എ, ബി, സി ആൻഡ് എം. എയും ബിയും നോക്കുക. എക്കകത്ത് 4, 4, 13, 13, -2, 19 എല്ലാ പൊസിഷനിലും സെയിം എലമെൻറ്റ്സ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? എയും ബിയും ഈക്വൽ ആണ് എന്ന് പറയാം. ഇനി ബിയും സിയും നോക്കുക. ബിക്കകത്ത് 4, 13, 4, 13 ഫസ്റ്റ് റോസ് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ സെക്കൻഡ് റോ ഈക്വൽ അല്ല. ഒരെണ്ണം -2, 19 ആണ്, രണ്ടാമത്തത് 19, -2 ആണ്. സോ സെക്കൻഡ് റോ രണ്ടുപേരുടെയും ഈക്വൽ അല്ല. സോ ബി നോട്ട് ഈക്വൽ ടു സി. ആൻഡ് ഇനി എയും എമ്മും നോക്കുക. എയും എമ്മും സെയിം ഓർഡറേ അല്ല. ഒരെണ്ണം 2/2 ആണ്, ഒരെണ്ണം 3/2 ആണ്. സോ അത് രണ്ടും ഒരു കാരണവശാലും ഈക്വൽ ആവില്ല. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, എയുടെ ഫസ്റ്റ് റോ 413 ആണ്, എമ്മിൻ്റെ ഫസ്റ്റ് റോയും 413, സെക്കൻഡ് റോ -2, 19, -2, 19. ഇങ്ങനെ രണ്ട് റോസ്, എയുടെ രണ്ട് റോയും എമ്മിലുണ്ടെങ്കിൽ പോലും എയും എമ്മും ഈക്വൽ മെട്രിസസ് അല്ല. എമ്മിൽ ഒരു റോ കൂടി ഉണ്ട്, 0, -5. അതിന് ഈക്വൽ ആയിട്ട് ഒരു റോ എയിൽ ഇല്ല. അഥവാ എയുടെയും എമ്മിൻ്റെയും ഓർഡറുകൾ ഈക്വൽ അല്ല. സോ എയും എമ്മും ഈക്വൽ അല്ല. സോ എങ്ങനെയാണ് ഈക്വൽ മെട്രിക്സുകൾ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കണം. ഒരേ പൊസിഷനിലുള്ള എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. നമുക്ക് ഈക്വൽ മെട്രിക്സസ് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എ, ബി ആൻഡ് സി ദാറ്റ് സാറ്റിസ്ഫൈ ദി മെട്രിക്സ് റിലേഷൻഷിപ്പ്. മെട്രിക്സ് a+3, 3a - 2b, 3a - 3, a + b + c is equal to matrix 2 - 7 + 2b, b + 4,
8a. സോ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് എയും ബിയും സി ഒക്കെ ഉണ്ട്. സോ ഈ ഇക്വാലിറ്റി കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് പറയാം, ഇവ രണ്ടും ഈക്വൽ മെട്രിക്സുകളാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ രണ്ടും ഈക്വൽ ആണ്, കാരണം രണ്ടും 2/2 മെട്രിക്സ് ആണ്. സോ ഇനി എന്താണുള്ളത് നെക്സ്റ്റ് കണ്ടീഷനുള്ളത്, ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. സോ a+3യോട് ആരായിരിക്കും ഈക്വൽ ആവുക, a+3 മസ്റ്റ് ബി ഈക്വൽ ടു 2 ആൻഡ് 3a - 2b - 7+2bക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ 3a - 3 b+4ന് ഈക്വൽ ആയിരിക്കും. a+b+c 8aക്ക് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു ഇക്വൽ മെട്രിക്സസിൽ നിന്ന് 4 ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ a+3 = 2 എങ്ങനെയാണ്, ഫസ്റ്റ് എലമെൻസിൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് ആണ്. a+3ക്ക് കറസ്പോണ്ടിങ് ആണ് 2. സോ എന്ത് പറയാം, a+3 = 2. നെക്സ്റ്റ് എന്താണ്, 3a - 2b = -7+2b. സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ 3a - 3 = b+4. ഫോർത്ത് ഇക്വേഷൻ ഈസ് a + b+c = 8a. ഇനി 1, 2, 3, 4 ഈ 4 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം, എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ ആൻഡ് സിയുടെ വാല്യൂ. സോ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് a+3 = 2. സോ അതിന് നമുക്ക് എന്ത് പറയാം, a = +3 ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ -3. സോ a = 2 - 3. 2 - 3 ഈസ് -1. സോ a = എന്താണ്, -1. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഈസ് 3a - 2b = -7+2b. സോ ഇതിനകത്ത് നമുക്ക് എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, a = -1. സോ നമുക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3 × a ഈസ് -1 - 2b = -7+2b. ദാറ്റ് ഈസ് 3 × -1 എന്തായി, -3 - 2b = -7+2b. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -2bയെ ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ -7 LHSലോട്ടും കൊണ്ടുവരുന്നു. -7 LHSലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, +7. സോ -3 + 7 = 2b. -2b ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, +2b. സോ -3 + 7 = 2b + 2b. സ്റ്റെപ്പ് ക്ലിയർ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. -2bയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ അത് +2b ആകും. -7 ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് +7 ആയിട്ട് മാറും. സോ -3 + 7 = 2b + 2b. -3 + 7 എന്ന് പറഞ്ഞാൽ എന്താണ്, 7 - 3 ദാറ്റ് ഈസ് 4. 4 = 2b + 2b എന്താണ്, 4b. സോ 4 = 4b. സോ b = മൾട്ടിപ്ലൈഡ് ബൈ 4 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, ഡിവൈഡഡ് ബൈ 4. സോ b = 4/4 ദാറ്റ് ഈസ് 1. സോ ബിയുടെ വാല്യൂ എന്താണ്, 1. സോ ഒന്നുകൂടി പറയാം, 3a - 2b = -7+2b ആണ്. സോ എയുടെ വാല്യൂ കൊടുക്കുന്നു. സോ 3 × -1 - 2b = -7+2b. ദാറ്റ് ഈസ് -3 - 2b = -7+2b. ദെൻ -7 നമ്മൾ ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ടും +7 RHSലോട്ടും കൊണ്ടുപോകുന്നു. -7 LHSലോട്ട് വരുമ്പോൾ +7, -2b RHSലോട്ട് പോകുമ്പോൾ +2b. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും, -3 + 7 = 2b + 2b. ദാറ്റ് ഈസ് 4 = 4b. സോ b = 4/4 ദാറ്റ് ഈസ് 1.
സോ നമുക്ക് എയുടെ വാല്യൂ -1 എന്നും ബിയുടെ വാല്യൂ 1 എന്നും കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് സിയുടെ വാല്യൂ ആണ്. സോ അതിന് ഫോർത്ത് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. a + b + c = 8a. സോ എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ ഈസ് -1, ബിയുടെ വാല്യൂ ഈസ് 1. സോ -1 + 1 + c = 8a. 8 × a ഈസ് -1. സോ -1 + 1 എന്തായിട്ട് പോകും? 0, ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി c = 8 × -1, ദാറ്റ് ഈസ് -8. സോ സിയുടെ വാല്യൂ -8. സോ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 മെട്രിക്സുകൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഇതിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഡബ്ല്യുവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്, വൈ, ഡബ്ല്യു ആൻഡ് സെഡ് ദാറ്റ് സാറ്റിസ്ഫൈ ദി മെട്രിക്സ് റിലേഷൻഷിപ്പ് എക്സ് + 3, 2y + 4, z + 4, 4x + 5, w - 3, 3w + 1 = matrix 1 - 5 - 4 2x + 1, 2w + 5 - 23. സോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്, വൈ ആൻഡ് സെഡിൻ്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം? എക്സ് + 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ളത് 1 ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എന്ത് പറയാം? എക്സ് + 3 = 1. സോ എക്സ് + 3 = 1 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് = 1 + 3 ഇങ്ങോട്ട് പോകുമ്പോൾ -3. സോ എക്സ് = 1 - 3, ദാറ്റ് ഈസ് -2. സോ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് തന്നെ എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് ഈസ് -2. ഇനി ഇവിടെ 2y + 4 എന്തിന് ഈക്വൽ ആയിരിക്കും? കറസ്പോണ്ടിങ് എലമെൻറ്റ് -5 ആണ്. സോ 2y + 4 = -5. സോ 2y = +4 ഇങ്ങോട്ട് വരുമ്പോൾ -4. 2y = -5 - 4, ദാറ്റ് ഈസ് 2y = -9. സോ y = -9 / 2. സോ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി സെഡ് തേർഡ് എലമെൻറ്റ് നോക്കാം. സെഡ് + 4 കറസ്പോണ്ടിങ് ഇവിടെ ആരാണ്? -4. സോ സെഡ് + 4 ആർക്കാണ് ഈക്വൽ? -4. സോ സെഡ് + 4 = -4. ദെൻ സെഡ് = -4 + 4 ഇങ്ങോട്ട് വരുമ്പോൾ ഓക്കെ, ഇവിടെ എഴുതിയാലും മിസ്റ്റേക്ക് ഉണ്ട്. +4 ഇങ്ങോട്ട് വരുമ്പോൾ -4 ആയിട്ട് മാറും. സോ എന്തായിട്ട് മാറും? z = -4 - 4 which is equal to -8. സോ സെഡിൻ്റെ വാല്യൂ എന്താണ് വരിക? -8 എന്നാണ് വരിക. z + 4 = -4 ആണ്. സോ z = +4 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? -4. സോ z = -8. ഇനി ഡബ്ല്യുവിൻ്റെ വാല്യൂ കാണാം. ലാസ്റ്റ് ഇക്വേഷൻ നോക്കുക. w - 3 = 2w + 5. w - 3 = 2w + 5. സോ നമുക്ക് എന്ത് ചെയ്യാം? 2wനെ ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. -3യെ RHSലോട്ട് കൊണ്ടുപോകാം. 2w LHSലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? -2w. ദാറ്റ് ഈസ് w - 2w = -3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? +3. സോ w - 2w = 5 + 3. ദാറ്റ് ഈസ് w - 2w എന്താണ്? -w. -w = 8. That is w = -8. സോ നമ്മളെ എക്സ്, വൈ ആൻഡ് സെഡ് ഡബ്ല്യുവിന്
സോൾവ് ചെയ്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ -2, y -9/2, z ഈസ് -8, w ഈസ് -8. സോ നെക്സ്റ്റ് ടോപ്പിക്ക് മെട്രിക്സ് അഡിഷൻ. രണ്ട് മെട്രിക്സുകളെ എങ്ങനെയാണ് ആഡ് ചെയ്യാം എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആ രണ്ട് മെട്രിക്സിനും സെയിം ഓർഡർ ആയിരിക്കണം. ഡിഫറെൻറ്റ് ഓർഡറുള്ള മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ 2 matrices may be added if and only if they are the same order. സെയിം ഓർഡറുള്ള മെട്രിക്സുകളെ തമ്മിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുക? രണ്ട് മെട്രിക്സിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ രണ്ടിൻ്റെയും ഓർഡർ 3/3 ആണ്. സോ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, സെയിം ഓർഡർ ആണ്. സോ ആഡ് ചെയ്യുമ്പോൾ എ എന്തിനോട് ആഡ് ചെയ്യും? ജെനോട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യും. ഡി ആഡഡ് ടു എം, ജി ടു പി, ബി ആഡഡ് ടു കെ, ഇ ടു എൻ, എച്ച് ആഡഡ് ടു ക്യൂ, സി ആഡഡ് ടു എൽ, എഫ് ആഡഡ് ടു ഒ ആൻഡ് ഐ ആഡഡ് ടു ആർ. ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് മെട്രിക്സ് അഡിഷൻ എന്ന് പറയാം. സോ ഇവിടെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്ത ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സോ ഇവിടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1ഉം 12ഉം, 1 + 12, 5 + -1, 7 + 0, 3 + 9. So 1 + 12 is 13, 5 - 1 is 4, 7 + 0 is 7, 3 + 9 is 12. സോ എങ്ങനെയാണ് ആഡ് ചെയ്യുക? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. സോ 1 + 12, 13, 5 - 1, 4, 7 + 0, 7, 3 + 9, 12. സോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് നോക്കാം? മെട്രിക്സ് സബ്സ്ട്രാക്ഷൻ. രണ്ട് മെട്രിക്സുകളെ എങ്ങനെയാണ് സബ്സ്ട്രാക്റ്റ് ചെയ്യാമെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. മെട്രിക്സുകളെ സബ്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിലും സെയിം ഓർഡർ ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ സബ്സ്ട്രാക്റ്റ് ചെയ്താൽ മതി. സോ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ഇതാ 1 - 1 0, 2 - 3 -1, 3 - 5 -2, 4 - 5 -1. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സബ്സ്ട്രാക്റ്റ് ചെയ്യുക. അതുപോലെ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. To multiply a scalar times a matrix set, simply multiply each element of the matrix by the scalar quantity. സോ ഡെഫിനിഷൻ കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഒരു മെട്രിക്സിനെ ഏതെങ്കിലും ഒരു സ്കേലാർ കൊണ്ട്, സ്കേലാർ എന്താണ്? ഏതെങ്കിലും ഒരു നമ്പർ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ 1 2 3 4 9/2 10 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് നമ്പറിനെ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മെട്രിക്സിനകത്തെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ആ ഒരു സ്കേലാറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ നമ്മുടെ മെട്രിക്സ് ഏതാണ്? ABCD. ABCDയെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ അപ്പോൾ എന്ത് കിട്ടി? ABCDയിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ K ഇൻറ്റു ABCD ഈസ് KA, KB, KC ആൻഡ് KD. ഓക്കെ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസിയാണ്. ഓരോ എലമെൻറ്റിനെയും ആ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്കേലാർ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി നോക്കുക. 2നെ കൊണ്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തതാണ്.
സോ 2 ഇൻറ്റു മെട്രിക്സ് 10, 20, 30, 40, 50, 60, 70, 80, 90. സോ എന്ത് ചെയ്യും, നമ്മൾ 2നെ കൊണ്ട് ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 ഇൻറ്റു 10, 2 ഇൻറ്റു 20, 2 ഇൻറ്റു 30, അങ്ങനെ ഓരോ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യും. സോ ആൻസർ എന്ത് കിട്ടും? 20, 40, 60, 80, 100, 120. 2 ഇൻറ്റു 70 ഈസ് 140. ഇവിടെ ഇതിനകത്ത് 10 എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് 140. 2 ഇൻറ്റു 80, 160. 2 ഇൻറ്റു 90, 180. സോ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ എലമെൻറ്റിനെയും ആ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സ് അഡിഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഓരോ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: ഇഫ് എ ഈസ് ഈക്വൽ ടു 2, 5, -1, 2, 0, 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു, ഇവിടെ കൊടുത്തതല്ല ബി ഈസ് 5, 1, 0, 1, 2, 4. b is equal to 5, 1, 0, 1, 2, 4. Find a plus b, a minus b, 3a, 2b and 1/2a. സോ ആദ്യം നമുക്ക് എന്ത് കാണാം? a plus b. സോ ഇതല്ല b ഈസ് ദിസ് വൺ. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ b ആയിട്ട് എഴുതേണ്ടത് 5, 1, 0, 1, 2, 4 എന്നാണ്. സോ a പ്ലസ് ബി എങ്ങനെ കാണാം? a plus b is a is 2, 5, -1, 2. b is 5, 1, 0, 1, 2, 4. എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യും. ഇവിടെ ഓർഡർ സെയിം ആണ്. സോ ഇനി എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി. സോ 2 + 5, 5 + 1, -1 + 0, 2 + 1, 0 + 2, 3 + 4. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + 5, 7, 5 + 1, 6, -1 + 0, -1, 2 + 1, 3, 0 + 2 is 2, 3 + 4 is 7. ഓക്കെ. സോ ഇങ്ങനെയാണ് a പ്ലസ് ബി കാണാം. ഇതുപോലെ തന്നെ നമുക്ക് a മൈനസ് ബി കാണാം. a മൈനസ് ബി കാണുമ്പോൾ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൈനസ് ചെയ്യും. സോ 2 - 5, 5 - 1, -1 - 0, 2 - 1, 0 - 2, 3 - 4. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 - 5 is -3, 5 - 4 is 4, -1 - 0 is -1, 2 - 1 is 1, 0 - 2 is -2, 3 - 4 is -1. ദെൻ നമുക്ക് നെക്സ്റ്റ് എന്ത് കാണാം? 3a. ദാറ്റ് ഈസ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. 3 ഇൻറ്റു a. 3 ഇൻറ്റു a എന്താണ്? 2, 5, -1, 2, 0, 3. സോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 ഇൻറ്റു 2, 3 ഇൻറ്റു 5, -1, 3 ഇൻറ്റു -1, 2, 3 ഇൻറ്റു 2, 3 ഇൻറ്റു 0, 3 ഇൻറ്റു 3. ദാറ്റ് ഈസ് 6, 15, -3, 6, 0 ആൻഡ് 9. സോ ഇങ്ങനെയാണ് a പ്ലസ് ബി, a മൈനസ് ബി, 3a ഒക്കെ കാണാം. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാണാനുണ്ട്? 2b ആൻഡ് 1/2a. സോ 2b നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. 1/2a എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ 1/2a ചെയ്യുമ്പോഴെന്തായിരിക്കും? എയിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 1/2a ഈസ് 1/2 ഇൻറ്റു a. a എന്താണ്? 2, 5, -1, 2, 0, 3. ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1/2 ഇൻറ്റു 2, 1/2 ഇൻറ്റു 5, 1/2 ഇൻറ്റു -1,
1/2 into 2, 1/2 into 0, 1/2 into 3. So answer എന്താണ്? 1/2 into 2 is 1. So 1. 1/2 into 5 is 5/2. 1/2 into -1 is -1/2. 1/2 into 2 is 1. 1/2 into 0 is 0. 1/2 into 3 is 3/2. സോ ഇങ്ങനെയാണ് 1/2 ഏകാണ്. ഇപ്പോൾ ഏത് രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ടെങ്കിലും ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്റ്റ് ചെയ്യാനും അതുപോലെ ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് a is equal to 1, 2, 3, 4, 5, 6 and b is equal to -3, -2, 1, -5, 4, 3 and c is equal to p, q, r, s, t, u such that a plus b minus c is equal to 0. Find the values of p, q, r, s, t and u. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എ, ബി ആൻഡ് സി അങ്ങനെ 3 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം നമുക്ക് ആൽഫബറ്റ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്, ലെറ്റേഴ്സാണ്, പി, ക്യു, ആർ, എസ്, ടി, യു. സോ നമുക്ക് ഇതിൻ്റെ സ്ഥാനത്തുള്ള പിയുടെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് കാണണം. സോ പി, ക്യു, ആർ, എസ്, ടി ആൻഡ് യു ഇതിൻ്റെ വാല്യൂസ് കാണാനാണ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? എ പ്ലസ് ബി മൈനസ് സി ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി മൈനസ് സി ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് ഗിവൺ എ പ്ലസ് ബി മൈനസ് സി ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഓരോ മെട്രിക്സിലെയും എലമെൻറ്റ്സ് എടുത്തിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എയിലെ ഒരു എലമെൻ്റ് എടുത്തിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ് ബിയിലെ എലമെൻറ്റായിട്ട് ആഡ് ചെയ്യും. അതിൽ നിന്ന് സിയിലെ എലമെൻറ്റ് സബ്സ്ട്രാക്ട് ചെയ്യും. സോ ഫസ്റ്റ് എലമെൻറ്റ് എങ്ങനെ കാണും? സോ എയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 1 പ്ലസ് ബിയിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഈസ് -3 ആൻഡ് അതിനി സിയിലോട്ട് വരുമ്പോൾ മൈനസ് സിയുടെ സ്ഥാനത്ത് ഈസ് പി. സോ എന്തായിരിക്കും? 1 - 3 - പി. ഇനി രണ്ടാമത്തെ എലമെൻറ്റ് എങ്ങനെ കാണും? എയിലെ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 2 പ്ലസ് ബിയിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഈസ് -3. ക്യൂവിൽ സിയിൽ ഏതാണ്? ക്യൂ. സോ -t - q. സോ എലമെൻറ്റ് ഈസ് ഇവിടെ -2 അല്ല, -3 അല്ല, -2 ആണ്. സോ 2 - 2 - q. സോ ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഓരോ എലമെൻറ്റും അതുപോലെ കാണുക. സോ 5 + 4 - t is equal to 0. 6 + 3 - u. ഇവിടെ എന്തായിരിക്കും? 4 - 5 - s. ഇവിടെ 3 + 1 - r. സോ ഇങ്ങനെ നമുക്ക് എ പ്ലസ് ബി മൈനസ് സിയിലെ ഓരോ എലമെൻറ്റ്സും കാണാം. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇതെന്തിന് ഈക്വലാണ്? 0ക്ക് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് ഉള്ള ഓരോ എലമെൻറ്റും 0ക്ക് ഈക്വൽ ആയിരിക്കും. ആദ്യം നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ 1 - 3 - p ആണ്. സോ 1 - 3 ഈസ് -2. സോ -2 - p. ഇവിടെ 2 - 2 എന്തായിട്ട് മാറും? 0 - q. 3 + 1 ഈസ് 4. ദാറ്റ് ഈസ് 4 - r. 4 - 5 - h. 4 - 5 എന്താണ്? -1 - s. ഇവിടെ 5 + 4 - t. That is 9 - t c. Then ഇവിടെ 6 + 3 - u. That is 6 + 3 is 9 - u is equal to 0.
ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ മെട്രിക്സിലെ ഓരോ എലമെൻറ്റും ഈക്വൽ ടു 0 ആയിരിക്കും. സോ എന്ത് പറയാം, -2 - p is equal to 0, 0 - q is 0, 4 - r is 0, -1 - s is 0, 9 - t is 0, 9 - u is 0. ആ മെട്രിക്സിലെ ഓരോ എലമെൻറ്റും 0ക്ക് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം, -2 - p is equal to 0, which implies p is equal to p ഇക്വാലിറ്റിയുടെ പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് p ആയിട്ട് മാറും. സോ p is equal to -2, 0 - q is 0, that is q is 0, 4 - r equal to 0, so r is equal to 4, and -1 - x equal to 0, so x equal to -1, 9 - t is equal to 0, then t is equal to 9, 9 - u is equal to 0, u is equal to 9. സിമ്പിളാണ്. ഇത് ഓരോന്ന് ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഒരെണ്ണം കൂടി പറയുകയാണെങ്കിൽ -2 - p is 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, സോ -2 is equal to -p ഇക്വാലിറ്റിയുടെ പുറത്തോട്ട് പോകുമ്പോൾ p, സോ p is equal to -2. ഇതുപോലെ തന്നെയാണ് 0 - q is 0 എന്ന് പറഞ്ഞാൽ ഈ 0ൻ്റെ ആവശ്യമില്ല, -q is 0, then q is 0, 4 - r equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, 4 is equal to r, -r ഇക്വാലിറ്റിയുടെ പുറത്തോട്ട് പോകുമ്പോൾ +r ആയിട്ട് മാറും, ദാറ്റ് ഈസ് r equal to 4. ഇങ്ങനെ ഓരോ വാല്യൂസും കാണാം. സോ ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.